ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളർന്നു വലുതാകുമ്പോൾ ശരികളുടെ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം അതിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് മനുഷ്യന്റെ ജീവിതത്തെ ദൈവത്തിലേക്ക് നയിക്കുന്ന സത്യവിശ്വാസത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ മനസ്സിലൊരു ത്വരയുണ്ടാകുക എന്നുള്ളതാണ്. സത്യവിശ്വാസത്തെ അന്വേഷിക്കുമ്പോൾ, ഏതാണ് സത്യദൈവത്തിലേക്കുള്ള മാർഗമെന്ന് അന്വേഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഏക മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ സത്യം ലോകത്തിലുള്ള സകല മനുഷ്യരോടും വിളിച്ചു പറയുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നിങ്ങളുടെ നാട്ടിൽ വന്ന് ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്കുള്ളത്. സ്നേഹമുള്ളവരെ, യേശു സ്നേഹമാണ്. യേശു സ്നേഹത്തിന്റെ പര്യായമാണെന്ന് ഞാൻ പറയും. കാരണം സ്നേഹത്തിന് പര്യായമായി വേറൊരു വ്യക്തിത്വത്തെ, വേറൊരു മാർഗത്തെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആരന്വേഷിച്ചു കഴിഞ്ഞാലും സ്നേഹത്തിന്റെ ഒരു പ്രതിരൂപമായ ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന ഒരു മാർഗം വേറെ ഒന്നും കാണാൻ ഈ ഭൂമിയിൽ കഴിയുകയില്ല. മനുഷ്യനെ സ്നേഹത്തിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന മാർഗമാണ് ക്രിസ്തുവിൻ്റെത്. ക്രിസ്തു അത് ലോകത്തോട് വിളിച്ചു പറയുക മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത. യേശുവിനെ പറ്റി ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെല്ലാം ഒരു തെറ്റിദ്ധാരണ കടന്നു വന്നിട്ടുണ്ടാകാം. യേശു ഒരു മതത്തിന്റെ പുരോഹിതനാണെന്നോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ മാത്രം നേതാവാണെന്നോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കാം യേശുവിനെ നമ്മൾ മാറ്റി നിർത്തുന്നതിന് കാരണം. സ്വാഭാവികമാണത്. അവരെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം യേശു സ്നേഹമാണെന്ന് പറയുമ്പോൾ തന്നെ യേശു ഒരു മതത്തിന്റെ ഭാഗമാണെന്ന് ചിന്ത മനസ്സിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനോ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനോ പോകാതെ താൻ ജനിച്ചു വളർന്ന വിശ്വാസത്തിൽ തുടർന്നു പോകുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ സ്നേഹമുള്ളവരെ, യേശുവിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും എന്താണ് യേശുവിന്റെ പ്രത്യേകത, എന്താണ് യേശുവിന്റെ ജീവിതം, എന്താണ് നമ്മളോട് വിളിച്ചു പറയുന്നതെന്ന് നമ്മൾ ആഴത്തിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശു ജീവിക്കുന്ന ദൈവത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനുമാണെന്ന്. യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടെ യേശു അത് വചനത്തിലൂടെ വിളിച്ചു പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ വേറൊരു സത്യമില്ല, വേറൊരു വഴിയില്ല, വേറൊരു ജീവനില്ല എന്ന് അതിൽ അടിവരയിട്ട് പറയുന്നുണ്ട്.